സ്വാതിക്ക് നീലിന്റെ മനസ്സ് മാറ്റാൻ പറ്റില്ല. വേദ ശരിക്കും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കുമ്പോ പണ്ടില്ലാത്തൊരു ധൈര്യം കിട്ടുന്നുണ്ട്. സ്വാതി രണ്ടും കൽപ്പിച്ച അതുകൊണ്ട് അങ്ങനെ അവള് നേടുന്നെങ്കിൽ നേടട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ആര് ശ്രമിച്ചാലും ഇളകാത്ത മനസ്സുള്ള ഒരു പുരുഷനായിരിക്കണം എന്റെ ഭർത്താവ്. അക്കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട്. ഈ പരീക്ഷണത്തില് നീല് വിജയിച്ച അല്ലല്ല, നീലല്ലോ വിജയിക്കുന്നത്, ശരിക്കും ഞാനല്ലേ. അങ്ങനെ ഞാൻ വിജയിച്ച അതോടെ തീർന്നില്ലേ സ്വാതി? പിന്നെ ഒരവകാശവും അവൾക്ക് ഉന്നയിക്കാൻ പറ്റില്ല. എന്താ ശരിയല്ലേ ഞാൻ പറയുന്നത്? ശരിയൊക്കെ തന്നെയാ. നീ എന്തിനാടി ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? പേടിപ്പിക്കുന്നു വേണ്ട. അങ്ങനെ പേടിക്കുന്നവളല്ല ഈ ഗൗരി. നിന്റെ കയ്യിന്ന് അറിയാതെ കുപ്പി താഴെ വീണ് പൊട്ടി. ആ അതെ. എന്നിട്ട് നീ ആ കുപ്പി മാത്രം എടുത്ത് കളഞ്ഞു, എണ്ണ കഴുകി കളഞ്ഞില്ല. ആ കുപ്പി കളഞ്ഞിട്ട് വരുമ്പോഴാണല്ലോ നീല് വീണത്. ഒന്നുകൂടി പറ. നീ എന്നെ തല്ലിയല്ലേ? ഇപ്പൊ തല്ലി, ഇനി തല്ലിക്കൊല്ലും. നിനക്കെന്നെ അറിയില്ല. എനിക്ക് എന്ത് പറ്റിയാലും ഞാൻ സഹിക്കും. പക്ഷേ എന്റെ ഏട്ടന് പറ്റിയാലുണ്ടല്ലോ, കടന്നു പോടി എന്റെ മുമ്പിന്ന്. ഇതിന് നീ അനുഭവിക്കും, കണ്ടോ? ഇനിയും വേണോ? വേണമെങ്കിൽ തരാടി. എന്റെ കഷ്ടകാലത്തിനാ ആ എണ്ണക്കുപ്പ എന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയത്. ഞാൻ അറിഞ്ഞോ അതിൽ ചവിട്ടി നീല് വീഴുന്നു? അതെ, ഒരു നുണ 100 തവണ ആവർത്തിച്ചെന്ന് കരുതി അത് സത്യമാവാനൊന്നും പോകുന്നില്ല. എണ്ണക്കുപ്പി വീണ് പൊട്ടിയതല്ലെന്നും മനഃപൂർവ്വം നീ ഇട്ടതാണെന്നും ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ന്യായീകരിക്കാൻ നിന്ന് സ്വയം ചെറുതാവണ്ട. നീലേ, അച്ചോടാ കുഞ്ഞു വാവ നീലേ, ഇറങ്ങി പോടി. നിന്റെ മുഖം കാണുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല. രണ്ട് തെറിയും കൂടി പറയായിരുന്നല്ലേ? നീ മരുന്നിട്. ആ പതുക്കെ. ചിലപ്പോഴൊക്കെ തോന്നും ഞാൻ നിന്നോട് കാണിക്കുന്നത് തെറ്റാണെന്ന്. എന്നെപ്പോലെ ഒരു ക്രൂരൻ ഈ ലോകത്ത് വേറെ ആരുമില്ലെന്ന്. പക്ഷേ എൻ്റെ അവസ്ഥ ഒന്നും ഞാനായിട്ട് തിരഞ്ഞെടുത്തതല്ല, എന്നെക്കൊണ്ട് ചെയ്യിച്ചതാ. നാരായൺജിയെ ഞാൻ കുറ്റം പറയില്ല. എൻ്റെ യോഗം അതായിരുന്നു. അതിലേക്ക് ഉരുകിത്തീരാൻ വന്നു വീണ ഒരു ശലഭമായി മാറിയതാ നീ. ശലഭം ശരിയാ, ഭൂമിയിലെ ഏറ്റവും ആയുസ് കുറഞ്ഞ ജീവി. എന്നാലോ എന്തൊരു ഭംഗിയാ. എനിക്കൊരു വിഷമവും ഇല്ല ഏട്ടാ. കുറച്ചു കാലമെങ്കിൽ കുറച്ചു കാലം ഏട്ടനൊപ്പം കഴിയാൻ പറ്റിയല്ലോ, അതോർത്ത് ഞാൻ ആശ്വസിച്ചോളാം. നമ്മൾ പിരിഞ്ഞാലും എന്നും ഞാൻ നിന്നെ ഓർക്കും. ഓർക്കരുത്. ഓർത്താ വേദയോട് നീതി പുലർത്താൻ ഏട്ടന് പറ്റില്ല. അമ്മേ, അമ്മേ, അവളെത്തിയില്ലേ? ഇല്ല. ഇത്ര നേരമായിട്ടോ? അതാ ഞാനും ആലോചിക്കുന്നേ. ഇനി വല്ല അപകടവും പറ്റി കാണൂ? ഏയ്, അവള് വല്ല അമ്പലത്തിലും പോയതായിരിക്കും. ഈ നേരത്താണ് അമ്പലം? ഇതിലെന്തോ ചുറ്റിക്കളിയുണ്ട്. ഇനി നമ്മളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി മാറി നിൽക്കുന്നതാണെങ്കിലോ? അവളുടെ അമ്മമാരുടെ വീട്ടിൽ വിളിച്ചു ചോദിച്ചോ? അവിടെ എങ്ങും പോയിട്ടില്ല. നാരായൺജിയുടെ അടുത്തും പോയിട്ടില്ല. ആ വിടുന്നേ, അവള് വരുമ്പോ വരട്ടെ. ഇനിയിപ്പോ വന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ. അവൾ ഇവിടുന്ന് പോണെന്നായിരുന്നല്ലോ നീലിന്റെ ആഗ്രഹം. അറം പറ്റുന്ന വർത്താനൊന്നും പറയല്ലേ ഗൗരി. ഓ, ഇനിയിപ്പോ ഞാൻ പറയുന്നതാ കുറ്റം. അല്ല,
ആ ഗിരിയപ്പയോട് ഒന്ന് അന്വേഷിക്കാൻ പറയായിരുന്നില്ലേ ചാച്ചി? അവര് മീറ്റിംഗിലാ, അവരെ വെറുതെ ശല്യം ചെയ്യണ്ട. നിങ്ങളുടെയൊക്കെ ഭാവം കണ്ടാ തോന്നുമല്ലോ 8 പൊട്ടും തിരിയാത്ത കൊച്ചുകുട്ടി ഇറങ്ങി പോയെന്ന്. ഇതേ സ്വാതിയാ, അവളെ ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. എനിക്ക് അവളെ പച്ചമരുന്ന് തേച്ചപ്പോ നല്ല സുഖമുണ്ടായിരുന്നു, വേദനയും കുറഞ്ഞു. ഇപ്പൊ അത് ഇടേണ്ട സമയം. അതിനെന്താ ഞാനിട്ടേരാം. നിനക്കതൊക്കെ അറിയോ? ഇതിലെന്താ നീല ഇത്ര അറിയാനുള്ളത്? സ്ലിങ് ഊർന്നു തേച്ച് പിടിപ്പിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അമ്പിളിയാ മരുന്നിങ്ങ് തന്നെ. പതുക്കെ. എന്തൊരു വേദനയാ. നിനക്ക് അറിയില്ലെങ്കിൽ ചെയ്യണ്ട. എനിക്കറിയാന്നീലേ, വേദനയൊക്കെ ഞാൻ മാറ്റിത്തരാം. മതി, നിർത്ത. നിനക്കറിയില്ല, ഇങ്ങനെയല്ല സ്വാതി ചെയ്തുകൊണ്ടിരുന്നത്. എടി അപ്പി, ഇതിനൊക്കെ ഒരു താളമൊക്കെ ഉണ്ട്. അറിയാത്തവര് ചെയ്താലേ നീര് വന്നങ്ങ് വീർക്കും. അതെ, അവള് വന്നിട്ട് ചെയ്താ മതി. അവളിന് എവിടെ വരാനാ? എന്താ? അല്ല, ഇത്ര നേരമായിട്ട് കണ്ടില്ലല്ലോ. ഇനിയിപ്പോ എപ്പോ വരുന്ന ചോദിച്ചത്? അവള് ചെല്ലാൻ സാധ്യതയുള്ള സ്ഥലത്തോട് ചെന്നിട്ടില്ല. എന്നിട്ടും നിങ്ങൾ മിണ്ടായിരിക്കാണോ? നീലിന്റെ അച്ഛൻ എവിടെയില്ല. അച്ഛൻ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിരിക്കാൻ ഞങ്ങള്. അതുവരെ കാത്തിരിക്കുന്ന ബുദ്ധിയല്ല. സമയം വൈകുന്തോറും അത് അപകടമാണ്. അതിന് അവൾക്ക് എന്താ പറ്റിയത്? എന്താ പറ്റാൻ പാടില്ലാത്തത്? കാലം അത്ര നല്ലതൊന്നുമല്ല. അവക്കാണ് ശത്രുക്കളും ഉണ്ടായിരുന്നു. അവളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെങ്കിലോ? ആര്? അതിപ്പോ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ മനസ്സങ്ങനെയാ പറയുന്നത്. ഈ വാർത്ത കേട്ടപ്പോൾ മുതലേ വല്ലാത്തൊരു അസ്വസ്ഥയില്ല ഞാൻ. അവളെ എനിക്കറിയാവുന്ന നിങ്ങൾക്ക് ആർക്കും അറിയില്ല. പറയാതെ വീടിന് പുറത്തേക്ക് പോലും പോകുന്ന ആളല്ല സ്വാതി. എവിടെ പോയാലും ആ വിവരം നമ്മൾ അറിഞ്ഞിരിക്കും. പക്ഷെ ഇതറിയില്ല എന്ന് പറയുമ്പോൾ അതിലെന്തോ ചതിയുണ്ടെന്ന് അതിനർത്ഥം. അവക്കെന്തോ അപകടം പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവളിപ്പോ തിരിച്ചു വന്നേനെ. ഈ വീട്ടിൽ നിന്ന് അവളെ കാണാതായത് എന്ന നിപ്പില് അപ്രത്യക്ഷമാവുന്നില്ലല്ലോ. അവളെവിടെയോ പുറത്തു പോയതെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അതെവിടെ പോയി, എന്തിനു പോയി എന്നൊക്കെയാ ഇനി അറിയേണ്ടത്. എനിക്ക് എൻ്റെ വിഷമങ്ങൾ നിങ്ങളോടുള്ള വേറെ ആരോടാ പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അവക്കൊരു അപകടം സംഭവിക്കരുത്, അത്രേ ഉള്ളൂ എനിക്ക്. നീലേ, ഇനി തീരുമാനിക്കേണ്ടത് നമ്മളാ. രാഹുൽ പറഞ്ഞത് ശരിയല്ലാന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നമുക്ക് മനസ്സറിവില്ലാത്ത കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചെയ്യാൻ പറ്റുന്നവരുണ്ട്. പോലീസിലൊരു പരാതി കൊടുക്കുന്നത് നന്നായിരിക്കും. പോലീസോ? അതെ. ഇനി അവർ വിചാരിച്ചാലേ ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂ. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്താലോ? എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു പരാതി കൊടുക്കുന്നതിന് മുമ്പ് എല്ലാ വശങ്ങളും ആലോചിച്ചിരിക്കണം. ഒന്നാമത്, ഒരു പെൺകുട്ടിയെ കാണാതായിരിക്കുന്നത്, അതും എൻ്റെ ഭാര്യ. വാർത്ത എങ്ങാനും ലീക്കായ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു പരാതി കൊടുക്കാനുള്ള സമയമായിട്ടില്ലെന്നാ എൻ്റെ സംശയം. അവൾ പെട്ടെന്ന് തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും? വന്നാൽ നല്ലത്, വന്നില്ലെങ്കിലോ? പോലീസാണെങ്കിൽ പരാതി കിട്ടുന്ന സമയം തൊട്ട് അന്വേഷിക്കാൻ തുടങ്ങും. എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കണ്ടുപിടിക്കാനും പറ്റും. നമുക്ക് ഏതായാലും അച്ഛനെ വിളിച്ചു പറയാം. ഇനി വെച്ച് താമസിപ്പിക്കണ്ട, പോലീസ് അന്വേഷിക്കട്ടെ. വാ. നീ ഈ പറയുന്നതല്ല ശരിയെന്ന് തെളിഞ്ഞാലോ? അങ്ങനെ തെളിയില്ല സാർ. കാരണം എനിക്ക് അവളുടെ കാണാതാകലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്,
നിനക്കതറിയാമെന്നും അത് തെളിയിക്കുകയും ചെയ്യും.